എന്റെ അമ്മയെ വേണോ നിനക്ക് എന്നെ വേണോ? എന്താ സംഭവം? എന്നോട് ഞാൻ പറഞ്ഞു. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച കേസിൽ അച്ഛൻ ജോസ് അറസ്റ്റിൽ. അകന്നു കഴിയുന്ന അമ്മ തിരിച്ചുവരാൻ ചെയ്ത പ്രാങ്ക് വീഡിയോ എന്ന കുട്ടികളുടെ മൊഴി വിശ്വസിക്കാതെ പോലീസ്. അമ്മയുടെ മൊഴിയെടുക്കുന്നു. കുട്ടികളുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. 2 കുട്ടികളെയും കൌൺസിലിംഗിന് വിധേയരാക്കും. സംസ്ഥാനത്ത് കാലവർഷമെത്തി. കാലവർഷം നേരത്തെ എത്തുന്നത് 15 വർഷത്തിനു ശേഷം. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. 11 ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ട്. വിവിധ ജില്ലകളിൽ വിനോദസഞ്ചാരത്തിനും വിലക്ക്. അതീവ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി. കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം. കോഴിക്കോട് വടകര അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണൂർ കരിയാട് സ്വദേശി രതീഷ്. ഒപ്പമുണ്ടായിരുന്നയാളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മരം വീണ് വീടുകൾ തകർന്നു. തൃശൂർ കാഞ്ഞിരക്കോട് വീട് തകർന്ന് 5 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. കൊടുങ്ങല്ലൂരിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം. കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛന്റെ സഹോദരനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. അമ്മയെയും അച്ഛന്റെ സഹോദരനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കൊലപ്പെടുത്തും മുൻപ് കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് ലൈംഗിക പീഡനത്തിന് ഇരയായതായി കണ്ടെത്തൽ. തൃശൂരിൽ കൂറ്റൻ ഇരുമ്പ് ഷീറ്റ് റോഡിലേക്ക് പറന്നു വീണതിൽ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചു. വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കോർപ്പറേഷൻ. അപകട ഭീഷണി ഉണ്ടായിട്ടും പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങളുടെ ഉത്തരവാദിത്തം ഉടമകൾക്കെന്ന് മേയർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു. അനസ്തേഷ്യ ടെക്നീഷ്യൻ അഭിഷേകിന് ഗുരുതര പരിക്ക്. തലയോട്ടിക്ക് പരിക്കേറ്റ അഭിഷേക് തീവ്രപരിചരണ വിഭാഗത്തിൽ. കോഴിക്കോട് ബേപ്പൂരിലെ ലോഡ്ജ് മുറിയിൽ കഴുത്തറത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമെന്ന നിഗമനം. രാത്രിയോടെ 4 പേർ ചേർന്ന് മുറിയെടുത്തതായി ലോഡ്ജ് ഉടമ. തെരച്ചിൽ ആരംഭിച്ചെന്ന് കോഴിക്കോട് ACP കേരള വിഷൻ ന്യൂസിനോട്. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. അതിർത്തി കടന്നുള്ള പാക് ഭീകരത നിരപരാധികളുടെ ജീവനെടുക്കുന്നു. ഭീകരാക്രമണങ്ങളിൽ 20,000-ലധികം പേർ കൊല്ലപ്പെട്ടെന്നും ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുടെ വിദേശ സന്ദർശനം തുടരുന്നു. ഭീകരർ തീർത്ത പ്രതിസന്ധിയും ഇന്ത്യയുടെ തിരിച്ചടിയും തുറന്നുകാട്ടുമെന്ന് ശശി തരൂർ MP. ഓരോ രാജ്യത്തിനും ഭീകരവാദത്തെ എതിർക്കാൻ അവകാശമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുവിലെ പൂഞ്ചിൽ. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം കരുൺ നായർ ടീമിൽ.